നേതാക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പ്രചരിക്കുന്നുണ്ട്. അതായത് രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കേണ്ടിയില്ലായിരുന്നു എന്നുള്ള അല്ല, പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. അതെല്ലാം പാർട്ടി പരിശോധിക്കും. പലതരത്തിലുള്ള അഭിപ്രായം ഉണ്ടാവും. അല്ലല്ല, പലതരത്തിൽ അതൊക്കെ ഉണ്ടാവുന്നേ. അതൊക്കെ ഇപ്പോൾ നേതൃത്വത്തിന് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. നേതൃത്വമല്ലേ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്. എല്ലാവരും ചേർന്ന് ആലോചിച്ച് തീരുമാനിച്ചാണ്. അതൊക്കെ നമ്മൾ പരിശോധിക്കും. അതെല്ലാം പരിശോധിക്കും. 10,000 വോട്ടല്ല, 5000 വോട്ട് കൂടുതലും പിടിച്ചു. അവിടുത്തെ കൂടുതൽ വോട്ട് പിടിച്ചു. അതല്ല, അതൊക്കെ നമ്മൾ നല്ല സ്ഥാനാർത്ഥിയാണോ അല്ലേ എന്നൊക്കെ അവരവിടെ MP ആയിരുന്ന ആളല്ലേ. അവരവിടെ MP ആയിരുന്ന ആളാണ്. ചെറിയ പരാജയത്തിലാണ്. അല്ല, നമ്മൾ അതാണോ പരാജയ കാരണം? ഞങ്ങൾ ജയിക്കുമെന്ന് കരുതിയ ഒരാളാണ് ഞാൻ പറയാം. എൻ്റെ കണക്ക് തെറ്റിയ സ്ഥലമാണ് ചേലക്കരയിൽ. ഞാനത് സമ്മതിച്ചല്ലോ. ഞാനൊരു 3000 വോട്ടിൻ്റെ വ്യത്യാസത്തിലെങ്കിലും ജയിക്കുമെന്ന് കരുതിയ ഇതാണ്. അവിടെ തോക്കാനിടയായ കാര്യം എന്താ? നല്ല വർക്ക്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, പാലക്കാടത്തേക്കാൾ നല്ല വർക്ക് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായത് ചേലക്കരയിൽ. അതുപോലെ വർക്ക് ചെയ്താണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ജയിക്കാൻ പറ്റാതിരുന്നത് എന്ന് തീർച്ചയായിട്ടും പരിശോധിക്കും. ഞാനിപ്പോഴേ കയറി പരിശോധിച്ച് കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി ഞാൻ പറയുന്നത് ശരിയാണ്. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് അന്വേഷണം ഏർപ്പെടുത്തുന്ന പോലെയാണ്. അദ്ദേഹം പോലീസ് അന്വേഷണം ഏർപ്പെടുത്തുകയും ചെയ്യും. അതിന്റെ റിസൾട്ട് നേരത്തെ പറയുകയും ചെയ്യും. അങ്ങനെ ഞാൻ അന്വേഷണം നടത്താൻ പാടില്ല. ഒരൊറ്റ കാര്യം, അതായത് സ്ഥാനാർത്ഥി 2 പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അല്ല, അറിയില്ല, എനിക്കറിയില്ല ആർക്കാണ് പരാതി കൊടുത്തതെന്ന് എനിക്കറിയില്ല. അങ്ങനെ എൻ്റെ കയ്യിലൊരു പരാതി കിട്ടിയിട്ടില്ല. അല്ലല്ല, പ്രചരണത്തിലൊന്നും ഒരു വീഴ്ചയില്ല. ഞാനാണ് നേരിട്ട് നിയന്ത്രിച്ചത്. നേരിട്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെ സഹായത്തോടുകൂടി KPCC പ്രസിഡന്റ് എൻ്റെ സാന്നിധ്യം, അതുപോലെ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ശ്രീ കൊടിക്കുന്ന് സുരേഷ്, പിന്നെ MLA മാർ MP മാരടക്കമുള്ള മുതിർന്ന നേതാക്കളെ ഞങ്ങൾ തന്നെ നേരിട്ടാണ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം ഞാൻ പറഞ്ഞല്ലോ, പാലക്കാടിനേക്കാൾ ബെസ്റ്റായിരുന്നു. പാലക്കാടിനേക്കാൾ നന്നായിട്ട് പ്രചരണം നടത്തിയ സ്ഥലം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലല്ല, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ വീണ്ടും അത് തന്നെ ചോദിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലായിടത്തും ഇലക്ഷനോ ഇതുപോലെ ഒരു മണ്ഡലം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തൃശ്ശൂരിലെ ഒരു സംഘടനാ സംവിധാനം ഉറപ്പായിട്ടും തൃശ്ശൂരത്തെ സംഘടനാ സംവിധാനത്തിലുള്ള പാളിച്ചകൾ, സംഘടനാ ദൗർബല്യങ്ങൾ മുഴുവൻ പരിഹരിച്ച് തൃശ്ശൂർ ഒരു 10-20 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു തൃശ്ശൂർ? UDFന്റെ കോട്ടയായിരുന്നു. ആ സ്ഥിതിയിലേക്ക് ഞങ്ങൾ 1 വർഷം കൊണ്ട് ആ തൃശ്ശൂർ ജില്ലയെ എത്തി. 6 മാസമായി DCC പ്രസിഡന്റ് അല്ലല്ല, അതെല്ലാം പരിഹരിക്കപ്പെടും. ഞാൻ പറഞ്ഞല്ലോ, 1 വർഷം കൊണ്ട് തൃശ്ശൂർ ജില്ല 20 വർഷം മുമ്പ് അവിടുത്തെ UDF എന്തായിരുന്നു ആ സ്ഥിതിയിലേക്ക് 1 വർഷം കൊണ്ട് തൃശ്ശൂരിനെ മാറ്റും. ഇപ്പോൾ സംഘടനാ ദൗർബല്യവും മറ്റു കാര്യങ്ങളും ഉണ്ട് എന്നത് ഞാൻ സമ്മതിക്കുന്നു. അതുകൊണ്ടുള്ള മാറ്റം എന്ന് പറയുന്നത് അത് ചെയ്യും. നിങ്ങൾ 1 കൊല്ലം കഴിയുമ്പോൾ എന്നോട് ചോദിച്ചു.